സ്വർണ്ണക്കവർച്ചയിൽ പ്രതിഷേധിച്ചുള്ള മാർച്ചിനു ശേഷം പിരിഞ്ഞുപോയ പ്രവർത്തകരെയാണ് CPM-കാർ മർദ്ദിച്ചത്. സ്ത്രീകൾക്ക് നേരെയും അതിക്രമമുണ്ടായി. സംഭവത്തിൽ പ്രതിഷേധിച്ച ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് C. കൃഷ്ണകുമാർ പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഗുണ്ടായിസമാണ് CPM കാണിക്കുന്നത്. വനിതാ പ്രവർത്തകരെ പോലും മാറ്റി നിർത്താതെ ആക്രമിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ദേവസ്വം മന്ത്രി VM വാസവന്റെ ഏറ്റുമാനൂരിലെ ഓഫീസിന് നേരെ BJP സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകർ എത്തി ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുകയുണ്ടായി. അനൂപ് ആന്റണി, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടന്നത്. അതിനുശേഷം പ്രവർത്തകർ മടങ്ങിപ്പോവുകയും ചെയ്തു. വലിയ രീതിയിൽ ജലപീരങ്കിയെല്ലാം പ്രയോഗിച്ചിരുന്നു മാർച്ചിന് നേരെ. അതിനുശേഷം പ്രവർത്തകർ മടങ്ങിപ്പോയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ മാർച്ചിനെതിരെ, ഈ പ്രതിഷേധ മാർച്ചിനെതിരെ CPM മറ്റൊരു മാർച്ച് സംഘടിപ്പിച്ച് അതുവഴി കടന്നുപോയത്. അവിടെ പരിപാടി കഴിഞ്ഞ്, അതായത് BJPയുടെ പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ ബസ് കാത്തു നിന്നിരുന്ന സ്ത്രീകൾക്ക് നേരെയും അവിടെ ഏറ്റുമാനൂരിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന BJPയുടെ കൊടിത്തോരണങ്ങളും CPM പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചത്, തകർക്കാൻ ശ്രമിച്ചത്. ഇത് തടയാൻ വേണ്ടി ഈ സ്ത്രീകളടക്കം ശ്രമിച്ചു. അപ്പോൾ ഈ സ്ത്രീകൾക്കെതിരെ അതിക്രമമുണ്ടായി. ഇത് ചോദ്യം ചെയ്യാനാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റ് BJP പ്രവർത്തകർ എത്തിയത്. അവിടെ ആ സമയത്തുണ്ടായിരുന്ന BJP പ്രവർത്തകരും അവർ ഇവരെ തടയാനെത്തുകയും ഇവരെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ മർദ്ദനത്തിൽ കോട്ടയം മണ്ഡലം പ്രസിഡന്റ് VP മുകേഷ്, അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ്, BJP പ്രവർത്തകനായിട്ടുള്ള രതീഷ് AS, പുതുപ്പള്ളി മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് നിഖിതയുടെ മകൾ, ഇവർക്കും ഈ അതിക്രമത്തിന് ഇരയാകേണ്ടി വന്നു എന്നുള്ളതാണ് സംഭവം. ഇതിന് പിന്നാലെ പിരിഞ്ഞുപോയ പ്രവർത്തകരും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കളും ഇവിടേക്ക് എത്തുകയും റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ഏതാണ്ട് അരമണിക്കൂറിലധികം സമയം ഈ ഏറ്റുമാനൂർ നഗരം സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് BJPയുടെ ഉപരോധം നീണ്ടു. പോലീസ് ഈ കാര്യത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് വ്യാപകമായിട്ട് ഉയർന്നിരുന്ന വിമർശനം. പ്രത്യേകിച്ച് ഈ അതിക്രമം നടക്കുമ്പോൾ പോലീസ് പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ അടികിട്ടുണ്ടെങ്കിൽ ഓടിക്കോളൂ എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത് എന്നാണ് ഈ മർദ്ദനമേറ്റവർ പറയുന്നത്. പിന്നീട് BJP സംസ്ഥാന നേതൃത്വം പോലീസുമായി സംസാരിച്ച് ഈ 2 മണിക്കൂറിനുള്ളിൽ ഉടൻ തന്നെ ഇവർക്കെതിരെ, ഈ അക്രമികൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുമെന്നും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, ഈ പെൺകുട്ടിക്കടക്കം ഇത്തരത്തിൽ അതിക്രമത്തിനിരയായതിനാൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നും ഉറപ്പ് നൽകിയതിന് പിന്നാലെ ഈ ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു. ഉപരോധത്തിന് ശേഷം ചെറിയൊരു പ്രകടനവും അവിടെ നടക്കുകയുണ്ടായി. ഇന്ന് വൈകിട്ട് എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഈ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് CPM ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നും BJP അറിയിച്ചിരിക്കുകയാണ്. ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ, ശബരിമലയിലെ സ്വർണ്ണ കവർച്ച വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംസ്ഥാനത്തെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. BJP ദേവസ്വം മന്ത്രി VN വാസവനും അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റിനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂരിൽ ദേവസ്വം മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ഈ ജനകീയമായിട്ടുള്ള പ്രതിഷേധത്തെ അക്രമം കൊണ്ട് നേരിടാനാണ് CPM ശ്രമിച്ചത്. ഇതാണ് വലിയ രീതിയിലുള്ള ഏറ്റുമാനൂരിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന തരത്തിലേക്ക് നീങ്ങിയത്.